ഹലോ ഗൈസ്, ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന റെഡ്മി 6 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 1, 2, 3, അതായത് ഈ ഒരു ഭാഗത്തിന് മേലോട്ടുള്ള ടച്ചൊന്നും വർക്ക് ചെയ്യില്ല. അതിൻ്റെ താഴോട്ടെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ടച്ചിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ടച്ച് മാറ്റാം. അതിൻ്റെ ബാക്ക് പാനൽ അതിൻ്റെ റിമൂവ് ചെയ്തിട്ട് നേരെ സബ്ബോർഡ് റിമൂവ് ചെയ്ത് നമ്മൾ ടച്ചിൻ്റെ സ്ട്രിപ്പ് വെടിയിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മേളത്തെ കവറിങ് ഷീൽഡ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ബാറ്ററിയും ഡിസ്പ്ലേയും റിമൂവ് ചെയ്തെടുത്തിട്ട് നമ്മൾ പയ്യെ ഹീറ്റ് അടിച്ച് നമ്മൾ ആ ഡിസ്പ്ലേ അതിൽ നിന്ന് സേഫായിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നേരെ ടച്ചും ഡിസ്പ്ലേയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു 86-ഒക്കെയാണ് ഹീറ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുതിയ ടച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നോക്കിയാൽ കുറേ ബബിളുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടി നമുക്ക് നേരെ ഡീബബിളിംഗ് മെഷീൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഡീബബിൾ ചെയ്തെടുക്കാം. സോ ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പക്കയായിട്ട് തന്നെ ബബിളൊന്നും ഒരെണ്ണം പോലും ഇല്ലാതെ തന്നെ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡിസ്പ്ലേ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുള്ള് എല്ലാ സ്വിച്ചും എല്ലാ ഭാഗത്തും ടച്ച് പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.